ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് പിന്നെ നമ്മുടെ ഹോട്ട് വീൽസിൻ്റെ കളക്ഷൻ്റെ സീരീസിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇന്ന് 2 ഹോട്ട് വീൽസ് കൂടി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു പിക്കപ്പ് എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഒരു പിക്കപ്പ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അത് ഏത് കമ്പനീൻ്റെയാണ്, ഏതാ വണ്ടി എന്നൊക്കെ നമ്മുടെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അതേപോലെ തന്നെ ഒരു ഇഷ്ടപ്പെട്ട വണ്ടിയായിരുന്നു എടുക്കണം പറഞ്ഞത്, പക്ഷെ അത് കിട്ടിയില്ല. അതിന് പകരം നമുക്ക് വേറൊരു വണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമ്മുടെ ഈ വ്ളോഗിൽ നമുക്ക് കാണിച്ചു തരാം, നമ്മുടെ ഈ ഹോട്ട് വീൽസ് കളക്ഷൻ സീരീസിൽ. അപ്പോൾ ഏകദേശം 7 കാറോളം നമ്മുടെ കയ്യിലുണ്ട്. അതായത് പോർഷിൻ്റെ 911, അതേപോലെ മാസിൻ്റെ RX, DB5, വെസ്റ്റ് മാർട്ടിൻ്റെ, പിന്നെ ട്രാൻസ്ഫോമേഴ്സ് മൂവിയിലെ നമ്മുടെ ബംബിൾ ബീൻ്റെ കഥാപാത്രമായ ആ ഒരു വണ്ടിയും, പിന്നെ അതേപോലെ ഒരു ട്രഷർ ഹണ്ട് അടിച്ചിരുന്നു, ഫോർഡിൻ്റെ സൂപ്പർ വാന്, പെർഫോമൻസ് സൂപ്പർ വാന് 4. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഏതായിരുന്നു M3 വാഗൻ, BMW M3 വാഗൻ, അങ്ങനെ പജേറോ, അങ്ങനെയുള്ള വണ്ടികളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് മേടിച്ചിരിക്കുന്ന ഒരു പിക്കപ്പാണ്. ഒരു പിക്കപ്പും ഉണ്ട്, അതേപോലെ തന്നെ വേറൊരു സൂപ്പർ കാറും കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ചാനലൊന്നും ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ സ്ഥിര സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വണ്ടിയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ പോകുന്ന വണ്ടി നമ്മുടെ ഫോർഡിൻ്റെ F150 എന്നുള്ളൊരു മോഡലാണ്. അതായത് 99 90s ഒരു കാറ്റഗറിയിൽപ്പെട്ട വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടിയാണിത്, നമ്മുടെ ഫോർഡിൻ്റെ F150. അതായത് 90കളിലെ F150 99 ഇവിടെ എഴുതിയിട്ടുണ്ട്, കാണിച്ചുതരാം. എപ്പോഴും കാണുന്ന പോലെ ഹോട്ട് വീൽസിൻ്റെ ബ്രാൻഡിങ്, അതേപോലെ F150ൻ്റെ ഒരു മോഡലാണ് കാണിക്കുന്നത് ഇവിടെ. അതേപോലെ ഇവിടെ എഴുതിയിട്ടുണ്ട് 99 ഫോർഡ് F150 SVT ലൈറ്റ്നിങ്. ഓക്കെ, അപ്പോൾ വണ്ടീൻ്റെ ഡീറ്റെയിലിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അലോയിൽ ഒരു റെഡ് കളറിൽ, റെഡാണോ അതൊരു ഓറഞ്ച് ടൈപ്പ് ഒരു വെറൈറ്റി കളറിൽ ഒരു ട്രിം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതിൽ കളറില്ല. പിക്കപ്പ് കണ്ടോ, ബാക്കിൽ പിക്കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് പിക്കപ്പിൻ്റെ ബാക്കിലുള്ള ലൈനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ നല്ലൊരു ഗ്രാഫിക് ഡിസൈനാണ് സൈഡുകളിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഹോട്ട് വീൽസിൻ്റെ ഇവിടെ ഒരു നമ്മുടെ ലോഗോ കാണാം. അതേപോലെ ഷോസ പ്ലംബിംഗ് ആൻഡ് ഹീറ്റിംഗ് എന്നുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ട്, ക്ലിയർ ആവണില്ല. ഓക്കെ, അതേപോലെ ഫോർഡിൻ്റെ ലോഗോ ഫ്രണ്ടിൽ നിന്ന് അടിപൊളിയാക്കിക്കുന്നു. കാരണം എന്താ പറഞ്ഞാൽ ഇതിൽ കാണുന്ന പോലെ തന്നെ ബ്ലാക്ക് ഗ്രില്ല്, നമ്മുടെ ഫോർഡിൻ്റെ ലോഗോ, ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ 90സിൻ്റെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്, SW ദ 90s. അതായത് 90 കാലഘട്ടത്തിലെ വണ്ടികളുടെ ഒരു മോഡലാണ് ഈ ഒരു കാറ്റഗറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ വണ്ടി കാണാൻ നല്ല ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അതായത് നേരിട്ട് കാണുമ്പോൾ ഒന്നും കൂടി ഇതായിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഫുഡ് റെസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, നമ്മളെ പിക്കപ്പിൽ കയറാൻ വേണ്ടിയിട്ടുള്ള. ബാക്കിൽ ലോഡിങ് ഏരിയക്ക് കയറാൻ വേണ്ടി ഇവിടെ ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് വണ്ടി മൊത്തത്തിൽ കാണാൻ ഒരു അടിപൊളി ലുക്കായിട്ടുണ്ട് കാണാൻ. കാരണം ബാക്കായാലും അതേപോലെ നമ്മുടെ ടയർ കാര്യങ്ങളൊക്കെ ആയാലും അതിൻ്റെ ഗ്രാഫിക് ഡിസൈൻ ആയാലും അടിപൊളിയായിട്ടുണ്ട്. ബാക്കിൽ ആ ബ്രേക്ക് ലൈറ്റിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് റെഡും കൂടി കൊടുത്തതെങ്കിൽ അടിപൊളിയായിരുന്നു. സംഭവം എന്തായാലും ഫ്രണ്ടിൽ നിന്ന് കാണാൻ നല്ല ലുക്കായിട്ടുണ്ട്. അതേപോലെ നമ്മൾ അങ്ങനെ ഒരു പിക്കപ്പ് നമ്മുടെ കയ്യിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്തൊരു വണ്ടി പറയുന്നത് നമ്മുടെ ഒരു സൂപ്പർ കാറാണ്. സൂപ്പർ കാർ എന്ന് പറയുമ്പോൾ ഒരു കാറാണ്, സൂപ്പർ കാർ തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ 90s കാറ്റഗറിയിൽ പെട്ട സാധനമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അർബൻ ഔട്ട്ലോ എന്നുള്ളൊരു സ്പെഷ്യൽ എഡിഷൻ ഉണ്ട്. അതായത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ പോർഷിൻ്റെ കരേര എന്നുള്ള മോഡലാണ്. 96 മോഡൽ പോർഷെ കരേര എന്നുള്ള മോഡലാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു തരാം. സ്ഥിരം കാണുന്ന പോലെ ഇവിടെ ഒരു ഹോട്ട് വീൽസിൻ്റെ ലോഗോ ഉണ്ട്. അതേപോലെ അർബൻ ഔട്ട്ലോ എന്നുള്ളൊരു എഴുത്ത് കാണാം ഇവിടെ. അതിൽ തന്നെ മുകളിൽ മേയോസ് വാക്കർ എന്ന് എഴുതിയിട്ടുണ്ട്, കണ്ടോ. പിന്നെ അതേപോലെ നമ്മുടെ പോർഷ് 911 ഒരു ഫോട്ടോ കൂടെ കൊടുത്തിട്ടുണ്ട്. മേയോസ് വാക്കറിൻ്റെ ഒരു സിഗ്നേച്ചർ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ കാണിച്ച പോലെ 90s കാറുകളിനെ ഇതാക്കിയിട്ടുള്ളതാണ്, ആ കാറ്റഗറിയിൽ വരുന്നതാണ്, കണ്ടോ. SW ദ 90s. അപ്പോൾ നമുക്കിനി കാറിലേക്ക് കടക്കാം. ഇത് നമ്മുടെ 96 പോർഷെ കരേര എന്ന് ഇവിടെ അടിയിൽ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഒരു അലോയ് കൊടുത്തിരിക്കണുണ്ടോ, നല്ല അടിപൊളി ബ്ലൂ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് തിളക്കമുള്ള ഒരു ബ്ലൂ കളറാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ വണ്ടീൻ്റെ ഒരു ഫിനിഷിങ് പറയുന്നത് അടിപൊളിയായിട്ടുണ്ട്. മുകളിൽ സൺറൂഫ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ സൺറൂഫ് ഒന്ന് ബ്ലാക്ക് കളർ ആക്കിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു, അതിലൊരു ബ്ലാക്ക് കളർ വന്നായിരുന്നെങ്കിൽ. പിന്നെ അതേപോലെ ബാക്ക് കണ്ടോ, ബാക്കൊക്കെ പക്ക ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അതേപോലെ ബാക്കിൽ കരേര എന്ന് എഴുതിയിട്ടുണ്ട്. ബ്രേക്ക് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്, റിവേഴ്സ് ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ എക്സോസ്റ്റ് കണ്ടോ, അതിൻ്റെ കറക്റ്റായി കൊടുത്തിരിക്കുന്നത്. നല്ല ഫിനിഷിങ് എനിക്ക് ഇതിൽ കാണാൻ കഴിഞ്ഞു. അതേപോലെ വീല് അടിപൊളിയായിട്ടുണ്ട്. ഡോർ ഹാൻഡിൽ ബാറും അതേപോലെ മിററും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ അതിൻ്റെ ഒരു ഗ്രാഫിക് ഡിസൈൻ ഉണ്ടല്ലേ, വണ്ടിയിൽ കൊടുത്തിരിക്കുന്ന ഗ്രാഫിക് ഡിസൈന് ഈ വണ്ടീനെ ഒരു വേറിട്ട ലുക്കാക്കുന്നുണ്ട്. അതായത് ഒരു ബ്ലൂ, യെല്ലോ, ബ്ലാക്ക്, അതേപോലെ തന്നെ
ഒരു അലയിൽ നമുക്ക് ബ്ലൂ കൊടുത്തിട്ട് വണ്ടി ഒന്ന് വെറൈറ്റി ആക്കിയിട്ടുണ്ട്. മെയിനായിട്ട് ഈ സൺറൂഫും കൂടി ഒന്ന് ബ്ലാക്ക് ആക്കുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. പിന്നെ അതേപോലെ ഇവിടെ നമ്മുടെ ഔട്ട്ലോൻ്റെ ലോ കൊടുത്തിട്ടുണ്ട്. ഔട്ട്ലോ അതായത് നമ്മൾ നേരത്തെ കണ്ട പോലെ അർബൺ ഔട്ട്ലോ എന്നുള്ള ഒരു ലോഗോ സൈഡിൽ കൊടുത്തിട്ടുണ്ട് മേയേഴ്സ് വാക്കറിൻ്റെ. അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഇതിൽ കാണുന്ന അതേപോലെ നമുക്കിവിടെ ഫ്രണ്ടിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്, അതായത് ഗ്രാഫിക്കും കാര്യങ്ങളും. പക്ഷേ പോർഷിൻ്റെ ലോഗോയിൽ എന്തോ ചെറിയ മാറ്റം വന്നിരിക്കുന്നത്. അത് വെള്ള കളറിലാണ് കൊടുത്തിരിക്കുന്നത്, അത് ആ ഗോൾഡൻ കളറിലും. പിന്നെ അതേപോലെ തന്നെ ഹെഡ്ലൈറ്റിൽ ആ ഒരു സിൽവർ കളർ കൂടി കൊടുത്താണെങ്കിൽ അടിപൊളിയായിരുന്നു. ഹെഡ്ലൈറ്റിലും അതേപോലെ ഇൻഡിക്കേറ്റർ ഫോഗിലൊക്കെ ഒരു സിൽവർ കളർ കൊടുത്തിരുന്നെങ്കിൽ വണ്ടി ഒന്നും കൂടി അടിപൊളിയായി തന്നെ. സൈഡിൽ നിന്നൊക്കെ കണ്ടോ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത് വരുന്നത് നമ്മുടെ 90s കാറ്റഗറിയിൽ വരുന്ന സാധനമാണ്. SW ഇത് 90s മേയേഴ്സ് വാക്കർ എന്നുള്ള സിഗ്നേച്ചർ ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ നമ്മുടെ കളക്ഷനിൽ അതായത് 7 കാറുകൾ നമ്മൾ മുന്നേ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 8ാമത്തെ കാറായിട്ട് ഒരു പിക്കപ്പും 90s 99 ഫോർഡ് F-150 എന്നുള്ളൊരു മോഡൽ ഫോർഡിൻ്റെ വണ്ടിയും, അതേപോലെ തന്നെ 90s കാറ്റഗറിയിൽ പെട്ട 96 പോർഷെ കരേര എന്നുള്ള മോഡലും നമ്മുടെ കയ്യിലിട്ടിട്ടുണ്ട്. അങ്ങനെ മൊത്തം നമുക്ക് 7, 2, 9 കളക്ഷൻ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് വേർഡ്സ് കൂട്ടണം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇതിന് മുന്നത്തെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്, എൻ്റെ വ്ളോഗ്സ് എന്നുള്ള ചാനലിൽ കാണുക. അതേപോലെ ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ മെയിനായിട്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട്. അപ്പോൾ അടുത്ത വീഡിയോസുമായി വരുന്നത് സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഗുഡ് ബൈ.